അങ്ങനെ അത് രണ്ടും ഫയൽ ചെയ്തു. വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷയും കൊടുത്തു, പിന്നെ ഡിവോഴ്സ് പെറ്റീഷനും കൊടുത്തു. വിഷ്ണുവിന്റെ അപേക്ഷ ഇപ്പൊ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്? കൊടുത്തിട്ടുന്നേ ഉള്ളൂ. അതുടനെയൊന്നും പരിഗണിക്കാൻ സാധ്യതയില്ല. തന്നെയുമല്ല, പോലീസ് റിപ്പോർട്ട് വിഷ്ണുവിന് എതിരുമായിരിക്കും. അപ്പോ ജാമ്യം കിട്ടാതെ വരുമോ? അത് നമുക്ക് നോക്കാം. തരാതിരിക്കാൻ പ്രോസിക്യൂഷൻ പരമാവധി ശ്രമിക്കും. നേടിയെടുക്കാൻ ഞാനും. ഡിസ്ചാർജായി, ബില്ലൊക്കെ അടച്ചു. കുഞ്ഞളിയും വന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അതിനിടയിലെ ഒരു അത്ഭുതം സംഭവിച്ചു. പ്രേമേച്ച് സംസാരിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പഴയതൊന്നും ഓർമ്മയില്ല. ആരെയും തിരിച്ചറിയുന്നുമില്ല. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിക്കുന്നത്. എന്നാലും സാരമില്ല, സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ. പതുക്കെ പതുക്കെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങും. കുഞ്ഞളിയൻ സംസാരിച്ചു നോക്ക്. ഞങ്ങളെ ആരെയും മനസ്സിലായില്ല. കുഞ്ഞളിയനെ മനസ്സിലായാലോ? ചേച്ചി, എന്നെ ചേച്ചിക്ക് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതിരിക്കുവോ? നിന്നെ മറന്ന പിന്നെ എന്നെ എന്തിനു കൊള്ളാം? ആരേത്? ഇതോ? ഇത് വക്കീലേ. കണ്ടില്ലേ, കോട്ടല്ലേ കയ്യിലിരിക്കുന്നേ? വക്കീലാണ്. പക്ഷെ അത് മാത്രല്ലല്ലോ ചേച്ചിയായിട്ടുള്ള ബന്ധം. ഈ വക്കീലിന്റെ പേരറിയോ ചേച്ചിക്ക്? പേര് അതിന് ഞാൻ ഇയാളെ ആദ്യമായിട്ടല്ലേ കാണുന്നേ. ഞങ്ങള് തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലോ. പരിചയപ്പെട്ടാലല്ലേ പേരൊക്കെ ഓർക്കൂ. കണ്ടോ, ഇതാ പ്രശ്നം. ഞാൻ സിദ്ധു ചേച്ചി, ചേച്ചിയുടെ സിദ്ധു. സിദ്ധു? എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. മിണ്ടാത്തതിനേക്കാൾ നല്ലതല്ലേ മിണ്ടുന്നതെന്നാ ഡോക്ടർ ചോദിച്ചത്. ചേച്ചിയുടെ ഓർമ്മ തിരിച്ചു വരില്ലേ? അതൊക്കെ തിരിച്ചു വരും. ചേച്ചി പഴയതുപോലെ ആവും. അതോർത്ത് ആരും പേടിക്കണ്ട, അല്ലേ ചേച്ചി? അല്ല, ചേച്ചിയുടെ പേര് പ്രേമയാണെന്ന് പറയുമായിരുന്നു. പ്രേമ? അയ്യേ, എന്തൊരു ബോറ് പേരാ. കൊള്ളാവുന്ന പേരൊന്നും കിട്ടിയില്ലേ എനിക്കിടാൻ? എന്റെ പേര് ദേവിക എന്നാ. ഓ, അത് അതിലും ബോറാ. നിനക്കൊട്ടും ചേരുന്നില്ല. വീട്ടിൽ വെച്ച് സംസാരിച്ച് ശരിയാവില്ല. അതുകൊണ്ടാ പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. സാറിന് എന്താ എന്നോട് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞു തന്നെയാണെങ്കിൽ ആവർത്തിക്കണമെന്നില്ല. പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മാത്രമേ കേൾക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. ഒരിക്കലും അവസാനിപ്പിച്ച ബന്ധങ്ങൾ വീണ്ടും എന്തിനാ നമ്മൾ പുതുക്കാൻ നോക്കുന്നത്? അത് ശരിയാവുമെന്ന് തോന്നുന്നു. എനിക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നുമില്ല. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? മാലിനി തനിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അതൊന്നുമില്ലേ? ഇല്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ അവിടെ വെച്ച് കാണുകയോ അതൊരു വാർത്തയാകുകയോ ചെയ്താൽ? ഓ, സദാചാര ഗുണ്ടായിസം. അങ്ങനെ ചെയ്യട്ടെ. പറയേണ്ടതൊക്കെ ഞാൻ അപ്പം പറഞ്ഞോളാം. നാണക്കേടാവില്ലേ നിരഞ്ജൻ? പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ തലയുർത്തി നടക്കാൻ പറ്റുമോ? അറിയില്ലേ, ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് അയാളുടെ ഗുഡ് വില്ലാണെന്ന്. അത് പോയാൽ പോയത് തന്നെയാണ്. നിരഞ്ജനെക്കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പറഞ്ഞാൽ അത് നിരഞ്ജന്റെ പ്രാക്ടീസിനെ ബാധിക്കും. അല്ലെങ്കിലും അധികം കാലമൊന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ നിരഞ്ജൻ, നിങ്ങൾ ഈ നാട് ഉപേക്ഷിച്ച് പോവുകയാണോ? പലതും ആലോചിക്കുന്നുണ്ട്, ഒന്നും തീരുമാനിച്ചിട്ടില്ല.
നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. അവരെക്കുറിച്ച് ഓർക്കണ്ടേ? അവരോട് നിങ്ങൾക്കൊരു കടപ്പാടില്ലേ? അതെനിക്കറിയാം സർ. ഞാൻ കാരണം ആർക്കും ഒരു സങ്കടം ഉണ്ടാവില്ല. എൻ്റെ മോള് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. എങ്ങനെ നിരഞ്ജൻ ഇങ്ങനെ ഒരു നുണ പറയാൻ പറ്റുന്നു? അതും എൻ്റെ മുഖത്ത് നോക്കി. എൻ്റെ അവസ്ഥ എങ്ങനെ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും ആവശ്യത്തിൽ കൂടുതൽ ഞാൻ സ്നേഹിച്ചു പോയി. അതാണ് എൻ്റെ പ്രശ്നം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. ചേച്ചിക്ക് നമ്മുടെ വീടൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ ചേച്ചിക്ക് അറിയാം സിദ്ധു. ഇതാരുടെ വീടാ? ഓ ഓർമ്മയില്ലല്ലോ അല്ലേ? ഞാൻ പെട്ടെന്നത് ഓർത്തില്ല. അത് മറക്കരുത്. ഞാനൊരു പേഷ്യന്റാ. ശരി. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ നിങ്ങളൊക്കെ ആരാന്ന് അറിയാഞ്ഞിട്ട് പോലും ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. മോളെ, അച്ഛാ, ചേച്ചി, അച്ഛനെ മനസ്സിലായല്ലേ? അത് പിന്നെ ആർക്കാ മനസ്സിലാവാത്തത്? ഇത്രയും പ്രായമുള്ള ആള് ആരുടെയും അച്ഛനായിരിക്കില്ലേ? അച്ഛനെ കയറി അച്ഛന്നല്ലാതെ പിന്നെ അമ്മാവാന്ന് വിളിക്കാൻ പറ്റും? ആ, അത് ശരിയാ. വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഓർമ്മ കുറച്ച് ക്ലിയർ അല്ല, അത്രേ ഉള്ളൂ. വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ, അതെ. ഇതാരാ? ഇത് ചന്ദ്രലേഖ. വക്കീലോ? നീയോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഈ വീട്ടിലെ ജോലിക്കാരിയായിരിക്കും. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. അഭയാർത്ഥിയാ, പോകാനേ ഒരു സ്ഥലമില്ല. ആ, അങ്ങനെ വരട്ടെ. കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി.